നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്കാരം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. നമ്മളുടെ അതത് സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്കും നമ്മളുടെ ചിന്താപദ്ധതികൾക്കും കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ശക്തിക്കും ഒക്കെ അടിസ്ഥാനമായിട്ട് വരുന്നത് അതിന് മുൻപായിട്ട് അത് അതത് സമയം വരെ നമ്മൾ ആർജിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു ആകത്തുകയായിട്ടുള്ള സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് എന്നാണ് പറഞ്ഞുകൊണ്ടുവന്നത്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് പൂർവാർജിതങ്ങളായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഭാവമാണ് സംസ്കാരം. അത് എങ്ങനെയാണ് അനുഭവങ്ങളുണ്ട്? സൊസൈറ്റിയിൽ നിന്നാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് എല്ലാം നമ്മൾ സ്വീകരിക്കുന്നത്. എന്നിട്ട് ആണ് നമ്മൾ ഉള്ളിൽ അത് അനലൈസ് ചെയ്യുന്നത്. പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്വീകരിക്കുന്ന കാര്യങ്ങളെ ഇന്ദ്രിയങ്ങളുടെ കഴിവിന്റെ കുറവനുസരിച്ചും കൂടുതലനുസരിച്ചും ഒക്കെ സ്വീകരണത്തിന് വ്യത്യാസങ്ങൾ വരും. പിന്നെ ഉള്ളിൽ ഉള്ള അനാലിസിസിലാണ് പിന്നത്തെ പ്രശ്നം. അത് അതേവരെ ഉണ്ടായിരുന്ന ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മിക്സിയിലിട്ട് അല്ലെങ്കിൽ ഗ്രൈൻഡറിലിട്ട് എന്തെങ്കിലുമൊക്കെ അരയ്ക്കാനിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് ഇത്രമാത്രം അതിനെ ബാധിക്കും എന്നുള്ളതുപോലെ നമ്മൾ പ്രവർത്തനം കറണ്ട് വഴി മിക്സിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? അതിനകത്ത് നമ്മൾ എത്ര വെള്ളം ചേർത്തിട്ടുണ്ട് എന്നനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ അതിന് പുറത്തുനിന്നകത്തേക്ക് അതിനു മുമ്പ് സ്വീകരിക്കുന്ന, അരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്വീകരിക്കുന്ന വെള്ളത്തിന്റെ അളവനുസരിച്ച് വലിയ വ്യത്യാസം വരും എന്ന് പറഞ്ഞ പോലെ കറണ്ട് എത്ര കണ്ട് അളവിൽ കറണ്ട് കൊടുക്കുന്നു, ഏത് ഡയറക്ഷനിലാണ് നമ്മൾ അതിനെ ഏത് സ്പീഡിലാണ് ഇടുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ട് എത്ര സ്പീഡിൽ അതിന് സ്വിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അനുസരിച്ചിട്ടാണ് ആ അരയ്ക്കലിന്റെ വ്യത്യാസം വരുന്നത്. അപ്പം അതേപോലെ അത് കേവലം നമ്മളുണ്ടാക്കിയ ഒരു മെഷീനാണ്. പക്ഷെ ഇവിടെ അതുപോലെയുള്ള സാധ്യതകൾ വളരെ വളരെ കൂടിയ ഒരു മെഷീനാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയ 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 ഘടകങ്ങളൊക്കെ വളരെ വളരെ വലുതായിട്ട് ബാധിക്കും എന്നർത്ഥം. സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണ് നിത്യോപയോഗ വസ്തുക്കളുടെ വരെ ഉദാഹരണങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് പോകുന്നത്. അല്ലാണ്ട് ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സരളമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ വേണം പറയാൻ. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ഉൾക്കണ്ണുകൊണ്ട് കാണണം. കണ്ടു പറയുന്നയാളിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. പഠിച്ചു പറയുന്നയാളിന് അത്രയും പറയാൻ പറ്റില്ല. അതാണ്. അതുകൊണ്ട് എന്തു വേണം? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ശീലിക്കണം. പറയുന്ന സമയത്ത് ഇത് അതുപോലെ കാണണം. നമ്മൾ ലോകോത്തര ശാസ്ത്രജ്ഞനായിട്ടുള്ള APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളതല്ലേ, നമുക്ക് സ്വപ്നം കാണണം എന്ന് പറഞ്ഞത്. സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങണം എന്നല്ല അർത്ഥം. നമുക്ക് ഭാവനയുണ്ടാകണം. ഒരു കാര്യം പറയുമ്പോൾ നമുക്കതിനെ കാണാൻ കഴിയണം. ഉള്ളിൽ അതിനെ കാണാൻ കഴിയണം. ഒരു വീട് പണിയാനുള്ളൊരു ഉദ്ദേശം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആ വീട് പണിത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഒരു എഞ്ചിനീയർക്ക് അതിന്റെ കൃത്യം ആ ഡ്രോയിങ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ വീട് ഉള്ളിൽ പണിയണം.
മനസ്സിൽ ഒരു വീട് പണിയണം. ആ വീട് കണ്ടിട്ടാണ് അതിനകത്ത് നമ്മൾ ആ വീടിനുള്ളിൽ കയറി നമ്മൾ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ എത്ര സ്പേഷ്യസ് ആയിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങി നടന്ന് എല്ലാ മുക്കിലും മൂലയിലും കയറി ഇറങ്ങി നടക്കുകയാണ്. ഏത് ഡ്രോയിങ്, അതിന്റെ പ്ലാൻ, എലിവേഷൻ ഇതൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഈ എഞ്ചിനീയർ ഈ പണിത് കഴിഞ്ഞ വീടിനകത്തുകൂടി നടന്ന് എല്ലാം അടുക്കളയ്ക്ക് എന്ത് സൗകര്യം ഉണ്ടായിരിക്കണം, ബെഡ്റൂമിൽ എന്ത് സൗകര്യം ഉണ്ടാകണം, ഇതൊക്കെ നോക്കുകയാണ്. ഇത്രയൊക്കെ ഉണ്ടോ നമ്മളുടെ ഭാവനയിലുള്ള വീടിന് എന്ന് തീരുമാനിച്ചിട്ടാണ് ഇത്ര അടി അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ വീതി, ഇത്ര നീളം, ഇതൊക്കെ അവിടെ കടലാസിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വീട് പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് വീട് പണിതിരിക്കണം. എന്നാലേ ആ വീട് കറക്റ്റായിട്ട് നമുക്ക്, അത് ആർക്കാണെങ്കിലും അതിന് പഠിത്തമൊന്നും വേണ്ട, നമുക്കൊരു വീട് വെക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും ആ സ്വപ്നത്തിന് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഒരു സാധാരണക്കാരൻ എഞ്ചിനീയർ ആയി മാറുന്നത് എന്നർത്ഥം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് എന്താണ്, അതിന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെന്ത് വേണം? അതിനു മുമ്പ്, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ കാര്യം മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ ശരിയാവുള്ളൂ. അല്ലെ പിന്നെ എന്തിനാ ഈ പഠിക്കുന്നത്? പഠിക്കേണ്ട കാര്യങ്ങളേ ഇല്ല. ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറിച്ചെടുക്കുന്ന ആ നോട്ട്സുകളേ ഉള്ളൂ നമ്മളുടെ ജീവിതത്തിൽ. എല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ പഠിക്കുന്നു എന്ന് പറയുന്നതൊന്നും പഠിക്കലല്ല, നോട്ട്സ് കുറിക്കൽ മാത്രമേ ആകുന്നുള്ളൂ. ഇതാണ് ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ കോളേജിലൊക്കെ. അല്ലാണ്ട് അവിടെയൊന്നും സ്കൂളിലെ പോലെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അത് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിയായിട്ടുള്ള അറിവുണ്ടാകണമെങ്കിൽ അതിന് നമ്മൾ ആദ്യം തന്നെ വീടുണ്ടാക്കുന്ന പോലെ വീടിന് പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പേ വീട് പണിതിരിക്കണം എന്ന് പറയണ പോലെ ഇരിക്കും. വീട് പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പേ പണിതിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളതിന്റെ എല്ലാ ഭാഗങ്ങളും, ഓരോ ഇഞ്ച് സ്ഥലവും അതിനകത്തുള്ളത് നമ്മൾ തെറ്റാതെ നമ്മുടെ ഉള്ളിൽ പണിയണം. എന്നാൽ മാത്രമേ വീട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സുന്ദരവും ഉദ്ദേശിക്കുന്നത് പോലെ സൗകര്യപ്രദവും ഒക്കെ ആകുള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. ഒരു ശ്ലോകം ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. ഇതിന്റെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട്, ഒരു ശ്ലോകം നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ, അത് കറക്റ്റായിട്ട് ചിന്തിക്കണമെങ്കിൽ അതാദ്യം തന്നെ അതിനകത്തെ തെറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിവുള്ളവരായിരിക്കണം. എന്താണെന്ന് നമ്മളത് പറയുന്നതിന് മുമ്പേ മനസ്സിലായാലേ നമുക്ക് അതിന്റെ ശരിയായിട്ട് ആദ്യം തന്നെ അറിവുണ്ടായിരിക്കണം. എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് അർത്ഥം പറഞ്ഞത്. അതിനൊരു ഉദാഹരണത്തിനൊരു ശ്ലോകം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് ഒന്നുകൂടി പറയാം. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് കൊള്ളാം. എന്നുവെച്ചാൽ നമ്മളുടെ അഡമൻസി മാറിപ്പോകും. നമ്മളുടെ പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മളിപ്പോൾ കാണുന്ന അർത്ഥം അല്ല എന്ന് വിശ്വസിക്കണം. എന്നാലേ അത് നമ്മൾ ഉറക്കണം. എന്നാലേ നമുക്ക് അടുത്ത ഒരു ശ്രമത്തിന് ഒരു സാധ്യതയുണ്ടാവുള്ളൂ. അടുത്ത അർത്ഥം എന്താണെന്ന് കാണാനൊരു സാധ്യത അവിടെ തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് പുരോഗമനം ഉണ്ടാവുള്ളൂ അതിനകത്ത് അർത്ഥം കണ്ടുപിടിക്കുന്നതിൽ. അതുകൊണ്ടാണ് എല്ലാവർക്കും
ആ ഒരു സാധ്യതയെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു ശ്ലോകം. അതെന്താണ്? നേരത്തെ പഠിപ്പിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. കേശവം പതിതം ദൃഷ്ട്വാ ഭീമം ച വിഗതായുഷം ധാർത്തരാഷ്ട്രോ പ്രലാപന്തി പാണ്ഡവോ ഹർഷനിർഭരാന്നാണ് ഒരു ശ്ലോകം. എന്താണ്? അപ്പോൾ ആദ്യത്തെ ഭാഷ പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇതൊന്നും കേട്ടാൽ മതി. എന്നാലും നമ്മൾ കുറച്ച് മുതിർന്നവർക്ക് കേൾക്കുമ്പോൾ തന്നെ ഇത് മലയാളത്തിനോട് നല്ല സാമ്യമുള്ള ഭാഷയാണ് സംസ്കൃതം എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വിഷമമൊന്നും ഉണ്ടാവില്ല. എന്താണ്? കേശവം പതിതം ദൃഷ്ട്വാ, കേശവൻ വീഴുന്നത് കണ്ടിട്ട്. കേശവൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ. പതിതം ദൃഷ്ട്വാ, വീഴുന്നത് കണ്ടിട്ട്. എങ്ങനെയാണ്? ഭീമം ച, കേശവന്റെ കൂടെ ആരും വീണു? ഭീമനും വീണു. എങ്ങനെ വീണു? വിഗതായുഷം, ആയുസ് പോയി, ജീവൻ പോയി, മരിച്ചു വീഴുന്നത് കണ്ടിട്ട്. കേശവനും ഭീമനും മരിച്ചു വീഴുന്നത് കണ്ടിട്ട് എന്താ സംഭവിച്ചതോടെ? കേശവം പതിതം ദൃഷ്ട്വാ ഭീമം ച വിഗതായുഷം ധാർത്തരാഷ്ട്രോ പ്രലാപന്തി. ധാർത്തരാഷ്ട്രർ, ധൃതരാഷ്ട്രരുടെ പുത്രന്മാരാണ് ധാർത്തരാഷ്ട്രർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരാണ്? കൗരവർ. കൗരവർ എന്ത് ചെയ്തു? പ്രലാപന്തി, ഭയങ്കരമായിട്ട് അങ്ങോട്ട് കിടന്ന് ആർത്തലച്ച് കരഞ്ഞു. ഈ ഭീമനും അർജുനും ഭീമനും ശ്രീകൃഷ്ണനും മരിച്ചു വീഴുന്നത് കണ്ടിട്ട് ധാർത്തരാഷ്ട്രർ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രപുത്രന്മാർ, കൗരവർ ആർത്തലച്ച് കിടന്നു. പാണ്ഡവോ ഹർഷനിർഭരാ, പാണ്ഡവരെന്ത് ചെയ്തു? ഹർഷനിർഭരായി, സന്തോഷനിർഭരരായി എന്നർത്ഥം. ഒരു അത്രയധികം ഇനി സന്തോഷിക്കാനില്ല ഇത് കണ്ടിട്ട്. അപ്പോൾ എന്താണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കും, നമ്മുടെ ഇന്ത്യക്ക് മാത്രമൊന്നുമല്ല ഈ മഹാഭാരതം വലിയ കാര്യമായിട്ടിരിക്കുന്നത്, ലോകം മുഴുവൻ അറിയാവുന്നൊരു ഗ്രന്ഥമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഇതിനോട് താല്പര്യമുള്ള, ഈ ചരിത്രത്തോട് താല്പര്യമുള്ളവര് ചരിത്രം നോക്കുകയുള്ളൂ, പുരാണത്തിനോട് താല്പര്യമുള്ളവര് പുരാണം നോക്കുള്ളൂ, ഫിസിക്സിനോട് താല്പര്യമുള്ളവര് ഫിസിക്സ് നോക്കുകയുള്ളൂ. അപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും അറിയുന്നു എന്ന അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. തൽപരരായിട്ടുള്ള ലോകമെമ്പാടുമുള്ള ആളുകൾ എന്നേ അർത്ഥം എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ ആളുകൾക്ക് എല്ലാവർക്കും ഇതിനോട് ഇത് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. എന്താ കാര്യം? അവർക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിൽ യോജിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം നമുക്ക് ഈ ശ്ലോകം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ ശ്ലോകത്തിന് ഏത് വിധത്തിലായിരിക്കണം അർത്ഥം എന്നറിയാം എന്നുള്ളത്. ഇത് ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളതല്ല അറിയുന്നത്, ഏത് വിധത്തിലാകരുത് എന്നുള്ളത് അറിയാം എന്നർത്ഥം. ഏത് വിധത്തിൽ ആകരുത് എന്നറിഞ്ഞാൽ മാത്രമേ ഇനി ഏത് വിധത്തിലാണ് ഇതിന് ആകാൻ സാധ്യത എന്ന് ചിന്തിക്കാൻ അവസരമുള്ളൂ. ഇതാണ് പ്രധാന തിയറി. നമ്മളുടെ പൗരാണികമായിട്ടുള്ള ഗഹനങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ആഴമേറിയ ഗ്രന്ഥങ്ങൾ, പണ്ടും തമാശ വിധത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്, നമ്മൾ തമാശയിലൂടെ കാര്യം പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഈ ശ്ലോകം തന്നെ ഒരു ഉദാഹരണം. ഇതൊരു തമാശയിലൂടെ കാര്യം ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. എന്താണ്? ഇങ്ങനെ ആയിരിക്കണം ഗഹനങ്ങളായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കാണിക്കാൻ ഉള്ള ഒരു ശ്ലോകമാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഇത് തമാശ ആണോ എന്ന് വെച്ചാൽ തമാശ അല്ല. എന്നാൽ ഇത് സീരിയസ് ആയിട്ടുള്ളതാണോ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ സീരിയസ് ആണ്. എന്താ വെച്ചാൽ ഇതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളുടെ രീതി എങ്ങനെയായിരിക്കണം, ഒരു
ഗ്രന്ഥത്തെ സമീപിക്കുമ്പോഴുള്ള രീതി എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് എന്തൊക്കെ സാധ്യതയുണ്ട് എന്ന് കാണിക്കണം. അപ്പോൾ നമുക്കിവിടെ ഈ നേരിട്ട് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പക്ഷേ അത് നമുക്ക് അവിടെ എടുക്കാൻ, ഇതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് എടുക്കാൻ സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഈ സാധ്യമല്ലാത്ത അർത്ഥം മാറ്റേണ്ടി വരുമ്പോൾ അത് എങ്ങനെ മാറ്റാൻ കഴിയും, പിന്നെയാണ് അവളുടെ ശ്രമം. ഇതിനകത്ത് എന്താണ് അർത്ഥം ഇതിനുണ്ടാകേണ്ടതെന്ന് ശ്രമിച്ച് ഇതെന്ത് കാരണവശാലും ഇങ്ങനെ വരാൻ പറ്റുകയില്ല എന്നറിഞ്ഞാൽ മാത്രമേ അതിന് വേറൊരു അർത്ഥം കണ്ടെത്താനുള്ള ശ്രമം നടത്താൻ പറ്റുള്ളൂ. അങ്ങനെയായിരിക്കണം ഗഹനമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ സമീപിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നോക്കാം. അപ്പൊ കേശവം പതിതം ദൃഷ്ടുവാ എന്ന് പറഞ്ഞാൽ കേശവം എന്നല്ല അവിടെ എടുക്കേണ്ടത്, കേ ശവം പതിതം ദൃഷ്ടുവാന്ന് പിരിക്കണം. കേശവം, കേശവം എന്ന് പറഞ്ഞാൽ കേശവം, കേ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ, ക എന്ന് പറഞ്ഞാൽ വെള്ളം, കേ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ എന്നാണ്. കേ ക എന്ന് പറഞ്ഞാൽ വെള്ളം. ക എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തിന് തന്നെ സംസ്കൃതത്തിൽ പല അർത്ഥങ്ങൾ വരുന്നുണ്ട്, മനസ്സിലാണ്ടോ? ക എന്ന് പറഞ്ഞപ്പോൾ പരമാത്മാവെന്നാണ് നമ്മൾ കഴിഞ്ഞ ഒരു പരമാത്മാവ് എന്നർത്ഥമുണ്ട്, വെള്ളം എന്നർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ ആ കെ എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിൽ, ശവം പതിതം ദൃഷ്ടുവാ ശവം വീഴുന്നത് കണ്ടിട്ട്, എങ്ങനെയുള്ള ഭീമം വലുതായിട്ടുള്ളതാണ്, ഭീമം വലിയതുമാണ്, വിഗതായുഷം ആ ജീവനങ്ങ് പോകുന്ന വിധത്തിലാണ്, മനസ്സിലാണ്ടോ? പോയിക്കൊണ്ടിരിക്കും, പോയി ജീവൻ പോയിയാണ് വെള്ളത്തിലേക്ക് വീണത്, പെടഞ്ഞ് അങ്ങ് വീഴുകയായിരുന്നു വെള്ളത്തിലേക്ക്. മരണവെപ്രാളത്തിൽ പെടഞ്ഞ് കിടന്ന ഒരു ശരീരം അത് വെള്ളത്തിലേക്ക് മരിച്ചങ്ങോട്ട് വീണു, മനസ്സിലാണ്ടോ? അവസാനത്തെ പെടയൽ വെള്ളത്തിലേക്ക് വീണുകൊണ്ടായിരുന്നു, പെടയൽ പെടഞ്ഞത് വെള്ളത്തിലേക്കായിപ്പോയി വീണത് എന്നർത്ഥം. അപ്പോൾ ഭീമം ച വിഗത, അപ്പോൾ ധാർത്തരാഷ്ട്രോ പ്രലാപന്തി, ധാർത്തരാഷ്ട്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ധാർത്തരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ട് പെരുമ്പാമ്പിന്റെ ടൈപ്പിൽ ഒരു പാമ്പായിരുന്നു. ആ പാമ്പ് ഈ ജീവിയെ പിടിക്കാനായിട്ട് ഇങ്ങനെ വരികയായിരുന്നു. ഇതിങ്ങനെ കിടന്ന് പിടക്കണ കണ്ടപ്പോൾ ഈ പാമ്പ് ഇങ്ങോട്ട് വരികയായിരുന്നു, ധാർത്തരാഷ്ട്രം. അപ്പം അത് എന്ത് ചെയ്തു, അതിന് വലിയ സങ്കടമായി പോയി. അപ്പോഴെന്ത് പറ്റി, വെള്ളത്തിലേക്കാണ് വീണത് എന്നുള്ളത് കൊണ്ട് പാണ്ഡവോ ഹർഷനിർഭര, പാണ്ഡവരെന്ന് പറഞ്ഞാൽ ജലജീവികൾ. അപ്പോ ആ ജലജീവികൾക്ക് അതിന് വളരെ സന്തോഷവും ഉണ്ടായി എന്നാണ്. അപ്പോൾ ഇവിടെ ആദ്യം കേൾക്കുമ്പോഴുണ്ടായ അർത്ഥം അത് ശരിയല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. അപ്പോൾ ആദ്യത്തെ ഒരു പഠനം കഴിയുമ്പോൾ, ആദ്യത്തെ ഒരു സംസ്കാരത്തിൽ ഒരർത്ഥം പഠിച്ചാൽ അത് നമ്മളുടെ സംസ്കാരം മാറുന്നതനുസരിച്ച് അതിന് മാറ്റം വരുത്തണം. അതുകൊണ്ടാണ് വേദങ്ങളെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ, ബ്രഹ്മചാരികളായിരിക്കുമ്പോൾ ഒരർത്ഥത്തിൽ പഠിക്കുന്ന വേദത്തെ നമ്മൾ ഗാർഹസ്ഥ്യത്തിൽ വേറൊരു വേദമായിട്ട് പഠിക്കണം. അപ്പൊ ഋക്കായിട്ട് പഠിച്ച വേദത്തെ ഗാർഹസ്ഥ്യത്തിൽ യജുസ്സായിട്ട് പഠിക്കണം. പിന്നെ വാനപ്രസ്ഥ സമയത്ത് അതിനെ സാമമായിട്ട് പഠിക്കണം. പിന്നെയോ അത് സന്യാസമാകുമ്പോൾ അത് നമുക്ക് എങ്ങനെയായിരിക്കും, അത് അഥർവമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് അതിനകത്ത്. അപ്പോൾ അർത്ഥങ്ങളൊക്കെ വളരെ വളരെ വ്യത്യാസമായി. ആ വിധത്തിലാണ് 4 വേദങ്ങളെ വിന്യസിച്ചു എന്ന് പറഞ്ഞത്. ഇന്നത്തേക്ക് ഇത് മതി. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.